ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തേത് ഒരു അൺബോക്സിങ് വീഡിയോയാണ്. അതും ഗ്ലൂ ഗൺ. രണ്ടാമത്തെ ഗ്ലൂ ഗണ്ണ് ഞാൻ പർച്ചേസ് ചെയ്തു. അതിൻ്റെ അൺബോക്സിങ് വീഡിയോയാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആദ്യം വാങ്ങിച്ച ഗ്ലൂ ഗണ്ണിന് എന്ത് പറ്റി എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായിട്ട് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം, കാണാൻ മറക്കണ്ട. ഇനിയൊരു അബദ്ധം ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിച്ച് കൈ കിട്ടിയപ്പോൾ തന്നെ അത് അൺബോക്സ് ചെയ്ത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലൂ ഗണ്ണ്. ആദ്യം വാങ്ങിച്ച ഗ്ലൂ ഗണ്ണിനെ പോലെ തന്നെയാണ്, അത്രയും വലിപ്പമുള്ളൂ. ഇപ്പോൾ വാങ്ങിച്ചതും സൈസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമ്മൾ അതിൽ കാണുമ്പോൾ, പിക്ചറിൽ കാണുമ്പോൾ എന്തോ വലിയ ഗ്ലൂ ഗണ്ണ് പോലെയൊക്കെയാണ് അവർ കാണിച്ചേക്കുന്നത്. പക്ഷേ കൈ കിട്ടിയപ്പോഴാണ് ചെറിയതാണ് ഗ്ലൂ ഗണ്ണ്. ബ്ലാക്കാണ് കേട്ടോ കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്ലൂ ആയിരുന്നു, ഈ പ്രാവശ്യത്തെ ബ്ലാക്കാണ്. പിന്നെ ഇത് കണക്ട് ചെയ്ത് നോക്കി, മറ്റേ നമ്മുടെ സ്റ്റിക്ക് ഇട്ടിട്ട്. അപ്പോൾ ഏതായാലും വർക്കിംഗ് ആണ്. അതിൻ്റെ അകത്തോടെ നമ്മുടെ ആ ഒരു സ്റ്റിക്ക് മെൽറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് വർക്കിംഗ് ആണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിച്ച ഗ്ലൂ ഗണ്ണിൻ്റെ കൂടെ കിട്ടിയ സ്റ്റിക്കാണ് കേട്ടോ. ഇത് 20 സ്റ്റിക്കുണ്ട്. ഈ പ്രാവശ്യം വാങ്ങിച്ച സ്റ്റിക്ക് 10 എണ്ണം ഉള്ളൂ. അതുമാത്രമല്ല, ലെങ്തും വളരെ കുറവാണ്. ആദ്യം വാങ്ങിച്ച ഗ്ലൂ ഗണ്ണിൻ്റെ കൂടെ കിട്ടിയ സ്റ്റിക്കിനാണ് നീളം കൂടുതലും അതുപോലെ വണ്ണം കൂടുതലും. പക്ഷേ രണ്ടാമത് വാങ്ങിച്ച ഗ്ലൂ ഗണ്ണിൻ്റെ കൂടെ കിട്ടിയതിന് നീളവും കുറവാണ്, വണ്ണവും കുറവാണ്. രണ്ടിനും ഏകദേശം സെയിം റേറ്റൊക്കെ തന്നെയാണ്. പക്ഷേ സ്റ്റിക്ക് കൂടുതൽ ആദ്യം വാങ്ങിച്ച ഗ്ലൂ ഗണ്ണിൻ്റെ കൂടെ കിട്ടിയതിനാണ്. ആദ്യം വാങ്ങിച്ചതിനേക്കാളും 10 എണ്ണം കുറവാണ്, 10 സ്റ്റിക്ക് കുറവാണ് രണ്ടാമത് വാങ്ങിച്ച ഗ്ലൂ ഗണ്ണിൻ്റെ കൂടെ കിട്ടിയത്. കാരണം രണ്ടാമത് വാങ്ങിച്ച ഗ്ലൂ ഗണ്ണിന് 10 എണ്ണം ഉള്ളൂ, ആദ്യം വാങ്ങിച്ചതിന് 20 എണ്ണം ഉണ്ടായിരുന്നു. കണ്ട് ഇതിൻ്റെ ഇത്രയും ലെങ്ത് കുറവാണ്. ആദ്യം വാങ്ങിച്ചതിനേക്കാളും ലെങ്ത് കുറവാണ് രണ്ടാമത് വാങ്ങിച്ച ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്കിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.